വീണ്ടും ഇ.പി. ജയരാജനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചകൾ ശക്തമാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണവും അതിന് പിന്നാലെ വന്ന പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങളും ചർച്ചകൾക്ക് ആക്കം കൂട്ടിയെന്നു തന്നെ പറയാം. ഇതോടെ വീണ്ടും CPM-ലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണോ എന്ന ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് വിരുദ്ധമായായിരുന്നു ഇ.പി. നിലപാട് സ്വീകരിച്ചത്. പിന്നാലെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയപ്പോൾ മറുവിഭാഗം വിഷയത്തിൽ മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ അവിടെയും തീർന്നില്ല. CPM-ലെ പുതിയ അഭിപ്രായ ഭിന്നതയ്ക്ക് പിന്നാലെ CPM-ന്റെ നിർണായക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിൽ തന്നെ തുടർന്ന അദ്ദേഹത്തിന്റെ നടപടിയിൽ വലിയ സംശയങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പങ്കെടുക്കാൻ സാധിക്കില്ലെന്നാണ് ഇ.പി. ജയരാജൻ അറിയിച്ചതെന്നാണ് വിവരം. അതിനിടെ ആയുർവേദ ചികിത്സ ചൂണ്ടിക്കാട്ടി അവധിക്ക് അപേക്ഷിച്ചെന്നും സൂചനയുണ്ട്. അപ്പോഴും ഭൂരിഭാഗം നേതാക്കളും ഇ.പി.യെ തള്ളുന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണോ അദ്ദേഹം യോഗത്തിൽ നിന്നും വിട്ടുനിന്നതെന്ന സംശയമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ ഇ.പി. ജയരാജൻ പ്രകടിപ്പിച്ച അഭിപ്രായം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണെന്ന വിലയിരുത്തലുകൾ ഉയർന്നിരുന്നു. തുടർന്ന് മുതിർന്ന CPM നേതാക്കളായ A.K. ബാലനും T.P. രാമകൃഷ്ണനും പാർട്ടിക്ക് വിഷയത്തിൽ ഏക നിലപാടാണുള്ളതെന്ന് വ്യക്തമാക്കി രംഗത്തെത്തുകയുണ്ടായി. ഇ.പി. ജയരാജന്റെ പ്രതികരണം വിശദമായി കണ്ടിട്ടില്ലെന്നും അറിയില്ലെന്നുമൊക്കെയായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ഇത് പാർട്ടിക്കകത്ത് ഇ.പി. ജയരാജൻ കൂടുതൽ ഒറ്റപ്പെട്ട നിലയിലാണോ എന്ന ചോദ്യങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അതേസമയം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ.പി. ജയരാജന് സീറ്റ് നിഷേധിക്കപ്പെട്ടതും മുൻപേ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചതാണ്. പാർട്ടി സ്ഥാനാർത്ഥി നിർണയത്തിൽ നിരവധി മാനദണ്ഡങ്ങളും രാഷ്ട്രീയ പരിഗണനകളും ബാധകമാണെങ്കിലും അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം ലഭിക്കാതിരുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ അധികാര കേന്ദ്രീകരണം ശക്തമായതാണെന്നുവരെ ആക്ഷേപമുയർന്നതാണ്. അതിന്റെ പ്രതിഫലനമായാണ് ഇ.പി. ജയരാജന്റെ രാഷ്ട്രീയ സ്ഥാനമെന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നതും ഇതോടൊപ്പം ചേർത്ത് പറഞ്ഞേ മതിയാവൂ. പിന്നാലെ ഇപ്പോൾ വിഴിഞ്ഞം വിഷയത്തിൽ പിണറായി വിജയന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി പ്രതികരണം നടത്തിക്കൊണ്ട് ഇ.പി. ജയരാജൻ രംഗത്തെത്തുമ്പോൾ പിണറായി വിജയന്റെ ഒറ്റയാൾ ഭരണത്തിനുമേൽ ചെക്ക് വയ്ക്കുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇ.പിക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള നേതാക്കളുടെ പ്രതികരണം പാർട്ടിക്കകത്ത് ചേരിതിരിവെന്ന സംശയവും ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ നടന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കാതിരുന്നതും ജയരാജൻ പാർട്ടിക്ക് പുറത്തേക്ക് എന്ന ചർച്ചകൾക്ക് കൂടുതൽ ഊർജം നൽകിയിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്നും നേരിടേണ്ടി വന്ന കടുത്ത അവഗണനയുമെല്ലാം അദ്ദേഹത്തെ പാർട്ടിക്ക് പുറത്തേക്ക് നയിക്കുകയാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഇ.പി. ജയരാജനെ ചുറ്റിപ്പറ്റിയുള്ള ഈ സംഭവ വികാസങ്ങൾ CPM-ലെ ആഭ്യന്തര രാഷ്ട്രീയത്തെ വീണ്ടും ശ്രദ്ധാകേന്ദ്രത്തിലാക്കിയിരിക്കുകയാണ്. പാർട്ടിക്കകത്തെ അദ്ദേഹത്തിന്റെ സ്ഥാനം, നേതൃത്വവുമായുള്ള ബന്ധം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിലും ശക്തമാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇ.പി. ജയരാജൻ പുറത്തേക്ക് പോയാൽ പിണറായി വിജയന് വലിയ തിരിച്ചടിയാവുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിലയിരുത്തുന്നത്. ഇ.പി. ജയരാജന്റെ നിലപാടുകളും പാർട്ടി നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളുമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇ.പി. ജയരാജൻ തന്റെ നിലപാടിൽ നിന്നും യു-ടേൺ അടിക്കുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം.